കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ചേർന്ന നേതൃയോഗത്തിൽ സ്വയം സ്ഥാനാർത്ഥികൾക്ക് നേരെ വിമർശനമുയർന്നു. DCC അധ്യക്ഷനെ ലക്ഷ്യമിട്ടായിരുന്നു വിമർശനം. കോഴിക്കോട് ജില്ലയിൽ 10 സീറ്റുകൾ നേടുമെന്നാണ് DCCയുടെ റിപ്പോർട്ട്. റോഷിബാലാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി റോഷിബാൽ, ആരും സ്വയം സ്ഥാനാർത്ഥി ചമയേണ്ട എന്ന നേതൃത്വം കൃത്യമായി പറഞ്ഞു വെക്കുന്നു. ചർച്ചകൾ എവിടം വരെയായി? വിമർശനങ്ങളും ഒരു ഭാഗത്ത് ഉയരുകയാണല്ലോ. അവിനിത, ഇന്ന് KPCC ആസ്ഥാനത്ത് നടക്കുന്ന ജില്ലാ യോഗങ്ങൾ, ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗങ്ങളാണ്. ആ യോഗങ്ങൾ ഇന്നത്തോടെ അവസാനിക്കും. ആദ്യം കോഴിക്കോട് ജില്ലയിലെ നേതാക്കളുടെ യോഗമാണ്. ആ യോഗത്തിലാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ, കോൺഗ്രസിന്റെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ സ്വയം പ്രഖ്യാപിച്ച് അവിടെ പ്രവർത്തനം തുടങ്ങിയെന്ന പരാതി ഉയർന്നത്. KPCC ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മുതൽ KPCC ഭാരവാഹികൾ വരെയുള്ള നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പരാതി ഉയർത്തി. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനെതിരെയാണ് പരാതി ഉണ്ടായിരുന്നത്. ഏതായാലും ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ മറുപടി നൽകി. ഏതായാലും അങ്ങനെ പാർട്ടി പ്രഖ്യാപിക്കാതെ ആരും സ്വയം പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ പോകേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് കൂടി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകിയിട്ടുണ്ട്. വ്യാപകമായി കോഴിക്കോട് പല മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കൾ അത് ജില്ലാ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെ പ്രചാരണം തുടങ്ങിയെന്നടക്കമാണ് പരാതിയായി ഉയർന്നത്. മുൻ DCC അധ്യക്ഷൻ KC അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, MK രാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തതാണ്. KPCC ഭാരവാഹികളായ ജയന്ത്, അതിനൊപ്പം PM നിയാസ്, ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ K പ്രവീൺകുമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പങ്കെടുത്തത്. ഏതായാലും ജില്ലയിലെ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവരുടെ പട്ടിക കൈമാറിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അടുത്ത ദിവസം തന്നെ യോഗം ചേർന്ന ഈ സ്ഥാനാർത്ഥി പട്ടിക, സാധ്യതാ പട്ടിക തയ്യാറാക്കും. ശരി, വ്യക്തമാണ്. റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.